ഞാൻ നിങ്ങളെ നിങ്ങളെ ഹരിത അമ്മയുടെ കയ്യിൽ നിന്ന് കൈയെടുക്കാൻ മാധവേട്ട, പ്രശ്നങ്ങൾക്കിടയില് മാധവേട്ടൻ ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ 5 ലക്ഷം രൂപ എടുത്തു വെക്കാൻ ഞാൻ മറന്നുപോയനെ. എന്നെ ഏൽപ്പിച്ച ആ പണം എടുത്ത് എവിടെയെങ്കിലും മാധവേട്ട സൂക്ഷിച്ചു വെക്കണം. തിരക്കില്ല ചന്ദ്രു. 5 ലക്ഷം രൂപയേക്കാൾ എത്രയോ വിലപ്പെട്ട സ്വത്താ ചന്ദ്രു നീ. ചന്ദ്രുവിനെ തിരിച്ചു കിട്ടിയപ്പോ ഈ വീടൊന്ന് ഉണർന്നതുപോലെ. വാമഭാഗത്തെ കിടക്ക ഒഴിയാതിരിക്കുന്നതാ ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ നമ്മുടെ പരിധിയിലല്ലല്ലോ മാധവേട്ട. അമ്മയുടെ ഭാരം ഒഴിഞ്ഞപ്പോ മനോജിന്റെ ഭാരം ഒഴിഞ്ഞെന്നല്ലേ പ്രകാശിന്റെ പരാതി. അച്ഛനമ്മമാരുടെ ഭാരം വീണ്ടും തലയിലായതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലുമാ പ്രകാശ്. ഇനി അമ്മയെ മാത്രമല്ല അച്ഛനെ ഒഴിവാക്കാനുള്ള കരുനീക്കത്തിലായിരിക്കും പ്രകാശ്. നടക്കില്ല. ഇനി മരണം വരെ നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ മാധവൻ അതിന് തയ്യാറല്ല. മാധവേട്ട, അത് നമ്മൾ വേർപിരിക്കാൻ വരുന്ന ഒരു ശക്തിക്കും നമ്മൾ കീഴടങ്ങുന്നില്ല. അത് തന്നെ. ചന്ദ്രു, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. മാധവേട്ടന് തോന്നുന്നതാ. അതുണ്ടെങ്കിലും നീ അങ്ങനെ പറയൂ. നിന്റെ കണ്ണുകളിലെ ഉറക്കം നെളിക്കുന്നുണ്ട്. നീ അല്പം മയങ്ങിക്കോ. മാധവേട്ടൻ പോവോ? ഏയ്, നിന്നെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോവില്ല. ഉറങ്ങിക്കോ. പാവം, ഈ ജന്മം എന്നോടൊപ്പം ഇറങ്ങി വന്ന് അനുഭവിച്ചോളാ ചന്ദ്രു. മനോജന്റെ വീട്ടില് ഹരിതയുടെ പീഡനവും സഹിച്ച് പാവം. ചന്ദ്രു എന്തോ പറയാൻ ബാക്കി വെക്കുന്നത് പോലെ. ഒരുമിച്ചുള്ള ജീവിതം ഇനി നടക്കില്ല എന്ന ഉള്ളറിവ് അവൾക്കുണ്ടാവോ? വീണ്ടും ഹരിതയുടെ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകാം എന്ന ഭീതി അവളെ തളർത്തുന്നുണ്ടോ? മാനത്തെ കൊട്ടാരം